ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു. എന്നാൽ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നവൻ കണ്ടു. എല്ലാ ജീവജാലങ്ങളെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി അവൻ്റെ മുമ്പിൽ അവളെ കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. നമ്മുടെ ധ്യാനത്തിൻ്റെ 1-ാമത്തെ രാത്രിയിൽ യേശു നമുക്കാര് എന്ന ചിന്തയിലൂടെ നമ്മൾ കടന്നുപോയി. 2-ാമത്തെ സന്ധ്യയിൽ എന്താണ് ക്രൈസ്തവ കുടുംബ ജീവിതമെന്ന തിരുവചന വെളിച്ചത്തിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, പക്ഷെ ഒന്നു മാത്രം നന്നല്ല എന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണാണോ ഒരു പെണ്ണ് കൂട്ട് വേണം, പെണ്ണാണോ ഒരാണ് കൂട്ട് വേണം, ദൈവനിശ്ചയം. ദൈവമായ കർത്താവ് അന്ന് വരെ സൃഷ്ടിച്ച ഓരോ ജീവിയെയും പുരുഷൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി അവന് ചേരുവോ എന്നറിയാൻ. പുറകിൽ പുരുഷൻ, മുമ്പിൽ എരുമ, ഒട്ടും ചേരിയല്ല. ഇടതുവശത്ത് ആളും മറുവശത്ത് വെച്ചു പശു, ഒട്ടും ചേരിയല്ല. ഒരു വശത്ത് ആളും മറുവശത്ത് പിടിയാന, ശകലം പോലും ചേരിയല്ല. തമ്പുരാന് പിടികിട്ടി തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരിയല്ല. തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. ദൈവം പുരുഷനെ ഗാഢ നിദ്രയിൽ ആഴ്ത്തി. നമ്മളെല്ലാവരും ബൈബിള് ശ്രദ്ധിച്ചു വായിക്കുന്നവരാ. ബൈബിളിൽ ചില വാക്യങ്ങൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ, പിന്നെ കാണുകയില്ല. ചുരുക്കം പ്രാവശ്യം ഉപയോഗിച്ച ഒരു വാക്കാണ് ഗാഢ നിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങ്. നിന്റെ മനസ്സമാധാനത്തോടെയുള്ള ഒടുക്കത്തെ ഉറക്കം കെടുത്താനൊന്നും വരുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങുക. ദൈവം തീരുമാനിച്ചു ഇവൻ്റെ ഒരു എല്ലെടുക്കാം. ഇപ്പം ദൈവം കൈ ഓടിച്ചോടിച്ച് പുരുഷൻ്റെ തലയിൽ ചെന്ന് പിടിച്ചു. ഇവിടുത്തെ എല്ലെടുത്താലോ? ദൈവം തന്നെ ഞെട്ടി പറഞ്ഞു, അയ്യോ, തലേന്ന് എല്ലെടുത്ത് ഇവളെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ തലയിൽ കയറി നിരങ്ങും. ഇവിടെ തലയിലില്ല വേണ്ട. ദൈവം കൈ താഴത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ പാദത്തെ പിടിച്ചു. ഇവിടുത്തെ എല്ലെടുത്താലോ? ദൈവം തന്നെയാ പറഞ്ഞു, അയ്യോ, കാലേ നെല്ലെടുത്ത് ഇവളെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും. കൈമുകളിലോട്ട് ഓടിച്ചു. തലേണ രഹസ്യങ്ങൾ, അരമന രഹസ്യങ്ങൾ, അന്തിയുറന്ന ഹൃദയത്തെ പറ്റുന്ന വാരിയൽ ഒടിച്ചിട്ട് സ്ത്രീക്ക് ജന്മം കൊടുത്തു. അപ്പോൾ പറഞ്ഞു, നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെട്ടു. തകഴി പ്രദേശത്ത് അല്പം കുടി കൂടുതലുള്ള ആണുങ്ങളുണ്ട്. കുടിയും മുൻകോപവും അല്പം കൂടുതൽ വരുമ്പോൾ പല ആണുങ്ങളും നാരിയുടെ രായയുടെ അടിയിലുള്ള കുനിപ്പ് കാണുകയില്ല, ബാക്കിയേ കാണുകയുള്ളൂ. നരനും നാരിയുമായി, പുരുഷനും സ്ത്രീയുമായി ദൈവം സൃഷ്ടിച്ചു ഈ ലോകത്തിലെ ആദ്യത്തെ സ്നേഹബന്ധം. അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. ലോകത്ത് ചില ഐറ്റങ്ങൾ ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. ചിരി, കരച്ചില്, വർത്തമാനം, നെഞ്ചത്തടി, നിലവിളി, ഏങ്ങലടി, ഇതൊക്കെ സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. വർത്തമാനം തുടങ്ങിയത് തന്നെ പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും, പർദീസായിലെ ആദ്യ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ പുരുഷൻ നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ നിൽക്കുന്നു. അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്ന് മലയാള ഭാഷാപ്രേമികൾ പറയും. പർദീസയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടി എഴുന്നേറ്റ ആദം നോക്കുമ്പോൾ പനങ്കല പോലത്തെ മുടി, പാദം മുട്ടി കിടക്കുന്ന ഒരു മാതകത്തിടുമ്പോൾ മന്ദം നടന്നു നീങ്ങുന്നു.
നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്ക് ആരംഭിച്ചു, സംസാരം ആരംഭിച്ചു. നമുക്കറിയാം, സ്ത്രീ പുരുഷനേക്കാൾ കൂടുതൽ വർത്തമാനം പറയും. അത് നമ്മളെക്കാൾ അറിയാവുന്നത് തമിഴന്മാർക്കാണ്. തമിഴന്മാർ സ്വന്തം ഭാര്യയെ വിളിക്കുന്ന പേര് തന്നെ സംസാരം എന്നാണ് തമിഴ് ഭാഷയിൽ. കഴിഞ്ഞ പ്രാവശ്യം അതിരമ്പഴപ്പള്ളി പെരുന്നാളിൻ്റെ വെടിക്കെട്ടിന് അവിടുത്തെ വികാരിച്ചിന് അനൗൺസ്മെൻറ്റ് അമിട്ട് ഗുണ്ട് കതിന വാണം ഇത് പൊട്ടുന്ന കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളതുകൊണ്ട് സഹോദരിമാർ അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം വർത്തമാനം ആരംഭിച്ചു. മനഃശാസ്ത്രം പറയുന്നത് കുടുംബത്തിൽ സമാധാനം വേണോ, ഭർത്താവും ഭാര്യയും കൂടി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്തമാനം പറയണം. ഞാൻ അച്ഛനാണ്, അപ്പം കുടുംബ കോടതിയിൽ പോകുന്ന വക്കീലുമാണ്, കുടുംബ കേസുകൾ ഡീൽ ചെയ്യുന്നത്. അപ്പം പലപ്പോഴും പല കേസിൻ്റെയും പ്രശ്നം പല ഭർത്താക്കന്മാർക്കും ഭാര്യയെ കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ല. കുടുംബശ്രീ, ജനശ്രീ, പള്ളി, പഞ്ചായത്ത്, വില്ലേജ് എല്ലാം ഓടി നടക്കും. പക്ഷേ ഭാര്യയെ കാണുമ്പം രാജസ്ഥാൻ മാർബിളിൻ്റെ പരസ്യം പോലെ മസിൽ പിടിച്ചൊക്കെ നിൽപ്പുണ്ട്. അടുത്തിരുന്ന് വർത്തമാനം പറയണം. 15 മിനിറ്റ് ഭാര്യാഭർത്താക്കന്മാർ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നു പോകും. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേടണമെങ്കിൽ ഒരു 15 മിനിറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ മതി. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു 15 മിനിറ്റ് വേണ്ടി ഈ മനുഷ്യൻ 5 മിനിറ്റ് എന്നോട് രാത്രിയും വേണ്ടിയാൽ മതി. ഈ മനുഷ്യൻ സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. എന്താ 3 അടി? 1 കുരിശ് വരയ്ക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ വർത്താനം പറച്ചിലില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേര് നോക്കി ഒരു തൊഴി കൊടുക്കാനകത്തുണ്ട്. ഞാൻ ചോദനാടി ആദ്യ രാത്രിയിൽ ചൂടടിച്ച് പുതപ്പിന് കീഴെ മുട്ടി ഉരുമി കൊച്ചു വർത്താനം പറഞ്ഞ് കിടക്കാമെന്ന് ഉറങ്ങുമ്പോൾ പാതിരാത്രി 12 മണിക്ക് ഞാൻ ചാടി എഴുന്നേറ്റ് എന്നോട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടിയെന്ന്. ഇതെന്നാ വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ ചോദനാണ് നീ അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ വിവാഹത്തിന് ഒരുക്കിയ മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പൊതുജീവിതം ആരംഭിക്കുകയല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടതാ ഇത്രയും വലിയ വിഷയമാകുന്നു ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല. ഒരു കാര്യം ഓർത്തോണം, ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്കുകളാണ് പറയുക, പെണ്ണുങ്ങൾ ഒരു ദിവസം 14,000 വാക്കാണ് പറയുക. വെറും വാക്കല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട, വർത്താനം എല്ലാം കൂടി 7,000 14,000. ഭർത്താവ് ഇവിടുന്ന് എടത്തുവാ പള്ളി വരെ പോയി തിരിച്ചു വരുമ്പോൾ വഴി വെച്ച് അവൻ്റെ 6,500 വാക്കും തീർന്നുപോയി. പിന്നെ 500 സ്റ്റോക്കുള്ളൂ, ബാക്കി വഴിക്ക് തീർന്നുപോയി. ഭാര്യ പെരയ്ക്കാതിരിക്കുക, അവൻ വരുന്ന പാടെ 14,000 ഒറ്റ വരവ്. മിണ്ടാതിരിയെന്ന് ഒരിക്കലും പറയല്ലേ. കാരണം അവൾ മിണ്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം അവൾ 28,000 വാക്കും കൊണ്ട് വരും. ഒരു ഡെയിലി ഒരു വർത്തമാനം പറഞ്ഞ് കുറേ വാക്കങ്ങ് തീർക്കണം. ഈ സ്ത്രീ ഓർത്തോണം, ആണുങ്ങൾ അധികം വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പിണക്കമുണ്ടായിട്ടൊന്നുമല്ല, അവർക്ക് 500 സ്റ്റോക്കുള്ളൂ, ബാക്കി വഴിക്ക് തീർന്നു പോയി. അങ്ങനെ ഓർത്തോണം. അതുകൊണ്ടാണ് ചില ആണുങ്ങൾ ഭാര്യ എന്ത് ചോദിച്ചാലും പഴയകാല അമ്മച്ചിമാരെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി മൂളി ഇത്രേ പറയത്തുള്ളൂ. കാരണം അവൻ 500 സ്റ്റോക്കുള്ളൂ, അത് ഭാര്യ മനസ്സിലാക്കണം. ഭാര്യ ഇത്രയും പറയുമ്പം അങ്ങനെ വർത്താനം പറഞ്ഞ് അവളെ കേൾക്കണം, കേട്ട് മനസ്സിൻ്റെ ഭാരം ഇറക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7,000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7,000 14,000 ആയതാണ്. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പിന്നാലെ പിടി കിട്ടത്തുള്ളൂ. ഇപ്പം സംസാരം. 2 ചിരി. ഒരു ഭർത്താവിനെ നേടാൻ ഭാര്യയ്ക്ക് ദൈവം കൊടുത്ത വലിയ കൃപയാണ് ചിരി. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഭാര്യ ചിരിച്ചോ
അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ ഉരുകി പോവും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്തം നീട്ടി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറ്, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. ചിരിച്ചാൽ കുടുംബത്തെ നേടാം. 2, കരഞ്ഞോണം. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് ഒലയും. മോള് കരഞ്ഞാൽ അപ്പൻ ഉടയും. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങൾ വീഴും. ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അരുത്തു പോകും, കുഴഞ്ഞു പോകും. പക്ഷെ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല. എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വെയ്പ്പ്. അപ്പം ദൈവം ചേർത്ത് വെച്ചു പുരുഷനെയും സ്ത്രീയെയും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നുണ്ട് ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. അവിടെ പറയുന്നു പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചേരും. വിട്ടേച്ച് പോകുന്ന ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദാമ്പത്യ സ്നേഹമാണ്. വിട്ടേച്ച് പോകുന്ന ഒരു സ്നേഹം ദാമ്പത്യ സ്നേഹം. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ടാണ് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്. പട്ടാളക്കാരനാണെങ്കിൽ പോലും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ താലി പിടിക്കുമ്പം വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്ന് മുതൽ ആരംഭിക്കുന്ന 3ാം ലോകമഹായുദ്ധം അവന് ശക്തിക്കപ്പുറം. കുറച്ച് നാൾ മുമ്പ് ഒരു കണക്കധ്യാപകനെ ഞാൻ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വിറപ്പിച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി കട്ടിയില്ലാത്ത ഒരു കൊച്ചു നൂല് താലി കോർത്ത് കെട്ടുമ്പം ഇവൻ്റെ കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക. ചിത്തശലവൻ തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടേ കൂടെ പറക്കണ പോലെ കൈ വിറച്ച് പോയി. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയൊപ്പിച്ച് ഇവൻ യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ വന്നു. ഞാൻ മുറി കയറ്റി കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവൻ്റെ തോളെ തേടി ഞാൻ ചോദിച്ചു, പേടിത്തുണ്ടാ കണക്കധ്യാപക, എന്നാ വിറയാടാ വരച്ചത്? സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കിട്ടുമ്പം കുറേ ധൈര്യമല്ലേ വരേണ്ടത്? അവൻ ചോദിച്ചു, ആഹാ അച്ഛാ, അത് വിറയാണെന്നാണ് അച്ഛൻ ഓർത്തെ. ഞാൻ പറഞ്ഞു, കൈ കിടന്നിങ്ങനെ തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലതുമാണോ? പിന്നെ പൊന്നച്ച, വിറച്ചതല്ല, ഇത് കത്തോലിക്കാ സഭയിലെ ഗൗരവമുള്ള ഒരു കൂദാശയുടെ സ്വീകരണമല്ലേ, പിള്ളകളിയാണോ? വിറച്ചതല്ലച്ചാ. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട് ഭാര്യയോട് ചേരും. ഞാൻ അച്ഛനായി കഴിഞ്ഞ് അധികം താമസിയാതെ കെട്ടിച്ചത് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൻ, ഇന്ത്യൻ പട്ടാളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, പഞ്ചാബിൽ സിഖ് ഭീകരന്മാരെ തോക്കും കൊണ്ട് നിർത്തി കെലുകല പറപ്പിച്ചവൻ, 6 അടി പൊക്കം, ആജാനുബാഹു, കപ്പട മീശ, ഒത്തവണ്ണം മുഴുത്ത മനുഷ്യൻ. അവൻ കെട്ടിയത് ഡൽഹി പോലീസിലെ 5 അടി പൊക്കമുള്ള വനിതാ സർക്കിൾ ഇൻസ്പെക്ടറെ. ഞാൻ നോക്കുമ്പോഴുണ്ട് ഭീകരന്മാരെ തോക്കും കൊണ്ട് നിർത്തി കെലുകല വരപ്പിച്ചവൻ ഇവിടെ പുറകിൽ നിന്ന് കാറ്റത്ത് കരികല പോലെ കെലുകല വിറയ്ക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ആകെപ്പാടെ ഇവനങ്ങ് വിറയ്ക്കുക. ചൊടി വരളുന്നു, നക്കുന്നു, നനയ്ക്കുന്നു, ഞൊട്ടുന്നു, ഞൊണയുന്നു, വെപ്രാളം കോപ്പറായും. ശ്രദ്ധിച്ച് നോക്കുമ്പോഴുണ്ട് കൈ വിറച്ച് ഇവിടെ കെട്ടേണ്ട ചരട് കൊണ്ടുവന്ന് തലയുടെ ഈ ഭാഗത്ത് കെട്ടിവെച്ചു. എനിക്ക് സഹതാപം തോന്നി, പറയാൻ തോന്നി. പേടിത്തോണ്ടാ, നിനക്ക് ഇത്രയ്ക്കും ധൈര്യമില്ലേ? നീ മാറി നിൽക്കടാ, ഞാൻ കെട്ടിത്തരാം, പറയാൻ പറ്റുമോ? ഇവൾ അതോ ലോകത്തെ ലാത്തി ചുഴറ്റി വീശി അടിച്ച് നടന്നവളാ. ലാത്തിയുടെ നാരിൻ്റെ പകുതി കട്ടിയില്ലാത്ത ഒരു കൊച്ചു മോതിരം പിന്നെ വിരലിൽ തിരികെ കയറ്റുമ്പം ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പിടി ആടുന്ന പോലെ കൈ കിടന്ന് വിറയ്ക്കുക. എന്തിനാടിയെ വിറയ്ക്കുന്നത്? ധൈര്യമായിട്ട് തിരികെ കയറ്റിയ മോതിരമെന്നും പറഞ്ഞ് അച്ഛന് കയറി ചെല്ലാൻ പറ്റുമോ? വെപ്രാളത്തിനും വേവലാതിക്കിടയിൽ അവിടെ കയ്യെങ്ങാനും തെന്നിമാറി മോതിരം എൻ്റെ വിരലെ കുത്തിക്കയറ്റിയാൽ പ്രശ്നം അതിനേക്കാൾ ഗുരുതരം. ഇത് തിരഞ്ഞെടുപ്പാണ്, വിട്ടിട്ട് പോകും. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവനാണെങ്കിൽ ചൂരൽ പഠിക്കുന്ന പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഇവൻ കെട്ടിയതോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെ. ഞാനിവനെ കെട്ടിക്കുമ്പോൾ ഞാൻ നോക്കി, ഇവൻ ചൂരൽ പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ, ഇവിടെ പുറകിൽ നിൽക്കും, താലി പിടിക്കുമ്പം വല്ലാതെ വിറയ്ക്കുക. കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച്
യാത്രയായി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട് വിവാഹമൊക്കെ? അന്നേരം ചോദിച്ചു, അന്നത്തെ ടെൻഷനൊക്കെ പോയി, ഇന്ന് എനിക്കൊരു നല്ല ധൈര്യമായി. കാരണം അവളെനിക്ക് ചേർന്ന ഇണയാണ്, തക്കതായ തുണയാണ്, ദൈവം തന്നതാണ്. ആരംഭത്തിൽ വിറച്ചാരംഭിച്ച് പിന്നീട് ധൈര്യത്തിൽ ശക്തിയിൽ തുടരുവാൻ ദൈവം തരുന്ന വിശുദ്ധമായ കൂദാശ വിവാഹമെന്ന കൂദാശ. ഈ കൂദാശയെ ദൈവം സ്ഥാപിച്ചത് ഉടമ്പടിയായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തെ വിളിക്കുന്ന വാക്ക് ഉടമ്പടികളുടെ പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് 3 ഉടമ്പടികൾ സ്ഥാപിച്ചു. 3 ഉടമ്പടികൾ. ഒന്ന് വിവാഹം. ഉൽപ്പത്തി 2:23. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം ഉടമ്പടി വിവാഹം. 2-ാം ഉടമ്പടി ഉൽപ്പത്തി 9 ദൈവവും നോഹയും തമ്മിൽ. 3-ാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും അബ്രഹാമും തമ്മിൽ. ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കാണ്. ഒന്ന് കോൺട്രാക്റ്റ്, 2 കവനൻ. 1 കോൺട്രാക്റ്റ്, 2 കവനൻ. 2 വശത്തും മനുഷ്യനാണെങ്കിൽ കോൺട്രാക്റ്റ്, ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് ദൈവവുമാണെങ്കിൽ അത് കവനൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമായി കോൺട്രാക്റ്റ്, പക്ഷേ മോശയ്ക്ക് ദൈവവുമായി കവനൻ. ഈ നാട്ടിലെ ഹൈന്ദവ വിവാഹം സിവിൽ കോൺട്രാക്റ്റ്, മുസൽമാൻ്റെ വിവാഹം സിവിൽ കോൺട്രാക്റ്റ്, ക്രൈസ്തവൻ്റെ വിവാഹം കവനൻ. ഒരു വശത്ത് ശിരസായ മിശിഹ, മറുവശത്ത് ഉടലായ സഭ. അതുകൊണ്ടാണ് കത്തോലിക്ക കല്യാണത്തിൽ ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ. മത്തായി 19:6. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇന്ന് ഡൈവോഴ്സിന് വേണ്ടി ആൾക്കാർ ബഹളം വെക്കുന്ന കാലമാണ്. ഡൈവോഴ്സ്. ഒരുത്തൻ കുടുംബ കോടതിയെ സമീപിച്ച് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു 15 വർഷം. മക്കളെത്രയായി? 3 മക്കളും 15 വർഷമായപ്പോഴാണ് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ചിന്തിക്കാൻ മേലെ. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? മൂടച്ചട്ടി, പ്ലേറ്റ്, കപ്പ്, സ്പൂണ്, ഫോർക്ക്, ബക്കറ്റ് എടുത്ത് അവളെനിക്കിട്ട് ഏറോടേറ്. ജഡ്ജി പറഞ്ഞു, 15 വർഷം സഹിച്ചാലും ഇപ്പോൾ എന്താ? അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, അടുത്തിടെയായി അവൾക്ക് ഉന്നമായിട്ട് വരുന്നു. ഇത്രയും നാൾ കൊള്ളുകയില്ലായിരുന്നു, ഉന്നമായിട്ട് വരുന്നു. പക്ഷെ ജഡ്ജിക്ക് മുറിക്കാൻ മടി. ജഡ്ജി പറഞ്ഞു, 3 മക്കളല്ലേ, കൃത്യം പപ്പാതി വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ് തരാം. വെട്ടിമുറിക്കാൻ പറ്റുമോ? അവൻ വിരുദ്ധന. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, 1 വർഷം കൂടെ തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവൻ അവളെയും കൂട്ടി പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. ഇപ്പം നോക്കി നിൽക്കുക. 4ാമത്തെ പ്രസവത്തിൽ 4ാമത്തെ കുഞ്ഞാകുമ്പോൾ 2 വീതം വെക്കാം, ഡൈവോഴ്സ് എളുപ്പം. പക്ഷെ അവൻ്റെ ഗതികേട്, അവൾ 4ാമത് പ്രസവിച്ചത് ഇരട്ട പിള്ളേർ, 5 പോയെന്ന്. ഓർത്താലും നടക്കണമെന്നില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. അപ്പം അങ്ങനെ ദൈവം ചേർത്ത് വെച്ചു. അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ആദ്യത്തെ ദാമ്പത്യത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം 2 പേർക്കും തുണിയില്ലെന്നല്ല. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്ക് കാശിടപാടില്ല, കത്തിടപാടില്ല, ഫോൺ വിളിയില്ല, വാട്സപ്പ് മെസ്സേജ് ഇല്ല. ഭർത്താവ് കാണാത്ത അറിയാതെ ഒന്നും ഭാര്യയ്ക്കില്ല. ഭാര്യയെ മറയ്ക്കുന്ന കാശിടപാടോ സുഹൃത്ത് ബന്ധങ്ങളോ വാട്സപ്പ് മെസ്സേജുകളോ ഭർത്താവിനുമില്ല. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ലജ്ജയില്ല, നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഒളിക്കാനൊന്നുമില്ല, മറയ്ക്കാൻ ഒന്നുമില്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒളിക്കാനൊന്നുമില്ലേലും മറയ്ക്കാനൊന്നുമില്ലേലും ലജ്ജ തോന്നാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ആരാണത്? കൊച്ചു പിള്ളേർ. നൂൽ ബന്ധമില്ലേലും നടന്നു വന്ന കണ്ടാൽ തോന്നും കാലത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നതല്ലേ. തുണി പിള്ളേർ ഓടുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ വീട് വെഞ്ചരിക്കാൻ ചെന്നു. ഓരോ മുറിയും വെഞ്ചരിച്ച് പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊന്നരിങ്ങാണം മാത്രം വിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ചെറുക്ക നാണമില്ലേ?
ഒരച്ഛൻ വന്ന കണ്ടില്ലേ, അകത്ത് പോയി എന്നിട്ട് ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ചില കള്ളുകൂടിയന്മാർക്കും ഇങ്ങനെ ഒളിക്കാനും മറയ്ക്കാനുമില്ല. കഴിഞ്ഞ ക്രിസ്മസിന് പാല KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ പെരുവിത്താനം ആശുപത്രി രാവിലെ 10 മണിക്ക് കുർബാന തരാൻ വേണ്ടി ഞാൻ മോട്ടോർ ബൈക്കിൽ പോവുക. അങ്ങനെ പോകുമ്പോൾ 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ വാതുക്കൽ. ഒരുത്തനാണെങ്കിൽ ജനിച്ച വാടെ കരിങ്കൽ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനതിലേ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാ, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ പരിശുദ്ധ സഭയുടെ മക്കളാ, മറക്കല്ല്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതില്ലെങ്കിലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഒളിപ്പിക്കുന്ന കുടിയൻ ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഇപ്പം ദാമ്പത്യത്തിൽ ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, മാതാപിതാക്കളെ മറയ്ക്കാൻ മക്കൾക്കൊന്നുമില്ല. നഗ്നരായിരുന്നു ലജ്ജ തോന്നിയിരുന്നില്ല. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ഒരു കുടുംബം തന്നപ്പോൾ ആ കുടുംബത്തെ സ്വർഗമാക്കാനും നരകമാക്കാനും പറ്റും. ദൈവം ഒരു കുടുംബം തന്നപ്പോൾ അത് സ്വർഗമാക്കാനും നരകമാക്കാനും പറ്റും. എന്നും മുൻകോപമുള്ള ഭർത്താവും ക്ഷിപ്രകോപമുള്ള ഭാര്യയാണോ ആ വീട് നരകം. ഒരു സ്കൂൾ അധ്യാപകൻ രാവിലെ 5 തെറി വിളിക്കാതെ സ്കൂളിൽ പോവുകയല്ല. ഭാര്യ 3 എണ്ണം കേൾക്കാതെ അടുപ്പിൽ തീ കത്തിക്കത്തുമില്ല. ഒരു ദിവസം എന്തോ പറഞ്ഞ് ഡോസ് കൂടി തെറി വിളിച്ചിട്ട് ഭർത്താവ് സ്കൂളിലേക്ക് പോയി. ഭാര്യ ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞുകൊണ്ട് അടുപ്പിൽ തീ കത്തിച്ചു. എന്നും വൈകുന്നേരം 4:30 വന്ന് കെട്ടിയവൻ അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 വന്നു. ഭാര്യ ചോദിച്ചു, താനെന്നാടോ അവധിയെടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിരിക്കുകയാണോ? കെട്ടിയപ്പോൾ എടി ഞാനും ഹെഡ് മാസ്റ്ററും കൂടെ 1 പറഞ്ഞു 2 പറഞ്ഞു കത്തിക്കയറി കൊമ്പ് കോർത്തു. അരിശം വന്ന ഹെഡ് മാസ്റ്റർ എന്നോട് പറയുക, തമ്മല നരകത്തിലോട്ടും പോടൂ. ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നടി, വേറെ എങ്ങോട്ട് പോകാനായിട്ടാ? വഴക്കും വെള്ളമുണ്ട് വീട് നരകം. കള്ളു കുടിക്കുന്ന ഭർത്താവാണ് വീട് നരകം. പലപ്പോഴും കുടുംബത്തെ നരകമാക്കുന്ന ഒന്നാണ് മദ്യപാനം. കള്ളു കുടിക്കുന്ന കുടുംബമാണോ ആ കുടുംബം ലഹരി, അത് നരകമായിട്ട് മാറുന്നു. ഒരുത്തൻ കുടിച്ച് 45-ാം വയസ്സിൽ കരട് ദ്രവിച്ച് അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ നരകത്തിൽ ഒരു മുറി കിട്ടി. ലൂസിഫർ ഒരു മുറി കൊടുത്തു. 10 ദിവസമായപ്പോൾ ഇയാൾക്കൊരാഗ്രഹം, ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം ഫോണിൽ കൂടെ ഒന്ന് കേൾക്കണം. നരകത്തിലെ ഫോൺ കൊടുത്തു. ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയോട് ഇയാൾ സംസാരിച്ച് 45 മിനിറ്റായി. സമയം കൂടിപ്പോയി. ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അല്പം ടൈം കൂടുതലെടുത്തു, എന്തു തുകയാണ് പേ ചെയ്യേണ്ടത്? ലൂസിഫർ പറഞ്ഞു, തുകയൊന്നുമില്ല, ഫ്രീ. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, പൈസയുടെ ആവശ്യമില്ല. ഇവിടുത്തെ നരകമാ അപ്പുറത്തെ നരകം, ഇവിടുത്തെ സ്വർഗമാ അപ്പുറത്തെ സ്വർഗം. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും 2 പേരും നല്ലവരാ. പക്ഷെ മത്തായി ചേട്ടനും കുടിച്ചാൽ ചെറ്റയാണ്, വഴക്കുണ്ടാക്കും, ഭാര്യയെ അടിക്കും, മക്കളെ ഇടിക്കും, പാത്രമൊക്കെ സ്ഥലം മാറി പറന്നു പോകും. ഈ മത്തായി ചേട്ടൻ 75-ാം വയസ്സിൽ മരിച്ചു. സ്വർഗത്തിൽ കയറാനുള്ള പുണ്യവും ഇല്ല, നരകത്തിൽ വിടാനുള്ള പാപവും ഇല്ല. പത്രോസ് പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിൽ ഇരിക്കട്ടെ. ചിലപ്പോൾ നമ്മൾ പറയും സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലമൊക്കെ ചുമ്മാ മനുഷ്യൻ പറയുന്നതാ. എവിടെയാ തെളിവ്? അതിന് ബൈബിള് വായിക്കണം, എങ്കിലേ തെളിവ്.